നമസ്കാരം. രാമമന്ത്രങ്ങൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ അഗ്രജൻ മമ സതാം വിദുഷാമഗ്രേസരൻ മദ്ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കന്നരുൾ ചെയ്തു. എന്തുകൊണ്ടാണ് രാമായണത്തെ ആർഷമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. രാജർഷിമാരുടെ പരമ്പര, അതാണ് ഇക്ഷ്വാകുവിൻ്റെ പരമ്പര. രഘുവിൻ്റെ പരമ്പരയുമാണത്. ആ പാരമ്പര്യത്തിൽ ഏറ്റവും ഉത്തമനായ അവകാശിയായിരുന്നു ശ്രീരാമചന്ദ്രൻ. ഋഷി തന്നെയായിരുന്നു രാമനെന്ന് താൽപ്പര്യം. ഈ ഒരു ഋഷിയുടെ കഥയായതിനാൽ രാമായണം ഋഷിയെ സംബന്ധിച്ച കാവ്യം എന്ന അർത്ഥത്തിലും ആർഷമായി തീരുന്നു. ശ്രീരാമൻ രാജ്യം ത്യജിച്ചത് പിതാവിൻ്റെ വരങ്ങൾ സഫലമാക്കാനോ പ്രതിജ്ഞ പരിപാലിക്കാനോ അല്ല. അദ്ദേഹത്തിന് രാജ്യഭരണത്തിലും ഭോഗ ഐശ്വര്യങ്ങളിലും സഹജമായ താൽപ്പര്യക്കുറവുള്ളതുകൊണ്ടായിരുന്നു ശ്രീരാമൻ്റെ രാജ്യത്യാഗത്തിൻ്റെ കാരണം. താൻ കൈകേയിക്ക് നൽകിയ വരങ്ങൾ പരിപാലിച്ചു കൊടുക്കണമെന്ന് ദശരഥൻ വാൽമീകി രാമായണത്തിൽ ഒരിടത്തും രാമനോട് ആവശ്യപ്പെട്ടിട്ടില്ല. രാമന് പിതൃഭക്തി ഉണ്ടായിരുന്നെങ്കിലും പിതാവ് ആവശ്യപ്പെടാത്ത കൃത്യമാണ് അദ്ദേഹം ചെയ്തത്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ഘടോ വാ മൃത്പിണ്ഡോപ്യണുരപി ച ധൂമോഗ്നിരചലഃ പടോ വാ തന്തുർവാ പരിഹരതി കിം ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസാ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീഃ
घटो वा मृत्पिण्डोऽप्यणुरपि च धूमोऽग्निरचलः पटो वा तन्तुर्वा परिहरति किं घोरशमनम् वृथा कण्ठक्षोभं वहसि तरसा तर्कवचसा पदाम्भोजं शम्भोर्भज परमसौख्यं व्रजसुधीः സന്ധ്യാദീപം അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ലക്ഷ്യപ്രാപ്തിക്ക് തർക്കങ്ങളാകാം. എന്നാൽ വലിയ പണ്ഡിതനാണെന്ന കേമത്തം കാണിക്കാൻ തർക്കിക്കുന്നത് കൊണ്ട് സംസാരക്ലേശം ഇല്ലാതെയാകുന്നില്ല. വെറുതെ കണ്ടക്ഷോഭം വരുത്താമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് ഭഗവത് പാദം ഭജനം ചെയ്യൂ എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ 6-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 5 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. 6-ാം ശ്ലോകം അതിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഘടോ വാ മൃത്പിണ്ഡോപ്യണുരപി ച ധൂമോഗ്നിരചല പടോ വാ തന്തുർവാ പരിഹരതി കിം ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസാ പദാംഭോജം ശംഭോർ ഭജ പരമസൗഖ്യം വ്രജസുധീ ഘടോ വാ മൃത്പിണ്ഡോപ്യണുരപി ച ധൂമോഗ്നിരചല പടോ വാ തന്തുർവാ പരിഹരതി കിം ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസാ പദാംഭോജം ശംഭോർ ഭജ പരമസൗഖ്യം വ്രജസുധീ ഘടഃ വാ ഘടമാകട്ടെ മൃത്പിണ്ഡഃ മൃത്പിണ്ഡമാകട്ടെ മൺകുടം മൃത്പിണ്ഡം മണ്ണ് മണ്ണിൻ്റെ പിണ്ഡം മൺകട്ട അപ്പി അണുഹു അല്ലെങ്കിൽ അണുവാകട്ടെ അപിച്ച ധൂമഃ അല്ലെങ്കിൽ പുകയാകട്ടെ അഗ്നി അല്ലെങ്കിൽ അഗ്നിയാവട്ടെ അചലഹ അല്ലെങ്കിൽ പർവ്വതമാകട്ടെ പട്ടോവ തന്തുർവ വസ്ത്രമാകട്ടെ തന്തുവാകട്ടെ നൂലാകട്ടെ പരിഹരതി കിം ഘോരശമനം ഘോരമായ സംസാര ദുഃഖത്തെ ഇല്ലാതാക്കുമോ ചോദ്യമാണ്. അതുകൊണ്ട് വൃഥാ കണ്ഠക്ഷോഭം വഹസി വെറുതെ കണ്ഠക്ഷോഭം ചെയ്യാണ്. തരസാ തർക്കവചസ വളരെ വേഗതയോടുകൂടി തർക്കവാക്യങ്ങളെ പറയുകയാണ്. ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം? അതുകൊണ്ട് ഹേ സുധീ നല്ല ബുദ്ധി ശംഭോഹോ പദാംഭോജം ഭജ ശംഭുവിൻ്റെ പദാംഭോജത്തെ നീ ഭജിച്ചാലും അത് പരമസൗഖ്യമാണ്. ഈ ഒരു ശ്ലോകം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും. ശാസ്ത്രപ്രവൃത്തികൾ വേണ്ട, വേദാന്തശാസ്ത്രം അല്ലെങ്കിൽ ന്യായശാസ്ത്രം ഒന്നും ആവശ്യമില്ല, തർക്കശാസ്ത്രം ആവശ്യമില്ല, അതൊന്നും പ്രയോജനം ചെയ്യില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അങ്ങനെയാവുമ്പോൾ നമ്മുടെ വൈജ്ഞാനിക നിധിയിൽ തന്നെ അർത്ഥമില്ലെന്ന് വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തർക്കവും ന്യായവും വേദാന്തവും ഒക്കെ തന്നെ പദാർത്ഥ നിർണയത്തിനാണ്, തത്വനിർണയത്തിനാണ്. ആ തത്വനിർണയത്തിലേക്ക് എത്താൻ വേണ്ടി ശാസ്ത്രങ്ങൾ സ്വീകരിക്കുക. അല്ലാതെ തത്വനിർണയത്തിലേക്ക് എത്താതെ ഞാൻ പണ്ഡിതനാണെന്ന് അറിയിക്കാൻ വേണ്ടി സ്ഥാനമാനങ്ങളോ ധനമോ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ വലിയ വിദ്വാനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയൊക്കെ വെറുതെ തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ല. ലക്ഷ്യപ്രാപ്തിക്ക് തർക്കങ്ങളാവാം, ശാസ്ത്രങ്ങളാവാം, പക്ഷെ അതിൽ കുടുങ്ങിപ്പോവരുത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സന്ദേശം. നോക്കൂ, ഘടോവ മൃത്പിണ്ഡഃ. വേദാന്തം പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം പറയുന്ന ദൃഷ്ടാന്തമാണ് മൺകട്ടയുടെയും മൺകുടത്തിൻ്റെയും. മൺകുടത്തിൽ മണ്ണല്ലാതൊന്നില്ല എന്ന് സ്ഥാപിക്കാനാണ്.
അപ്പോൾ പാരമാർത്ഥിക സത്യത്തെയും വ്യാവഹാരിക സത്യത്തെയും വേർതിരിക്കാൻ വേണ്ടി വേദാന്ത വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതാണ് ഘടം, മൃത്പിണ്ഡം എന്നിവ. അതുപോലെ അണുശബ്ദം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് വൈശേഷിക ദർശനത്തിലാണ്. അപ്പോൾ വൈശേഷിക ദർശനം പഠിക്കുമ്പോൾ നമ്മൾ അണുക്കൾ, പരമാണുക്കൾ ചേർന്നിട്ടാണ് ദ്രവ്യമുണ്ടായത്, പരമാണുക്കൾ നിത്യങ്ങളാണ്, നിത്യങ്ങളായ പരമാണുക്കൾ ചേർന്ന് അനിത്യങ്ങളായ ദ്രവ്യങ്ങളുണ്ടാവും എന്നൊക്കെ പഠിക്കും. അപ്പോൾ അവിടെ പരമാണു എന്ന് ആവർത്തിച്ച് പറയും. അതുപോലെ ധൂമഃ, അഗ്നിഃ, അചലഃ. എവിടെ പുകയുണ്ടോ അവിടെ അഗ്നിയുണ്ട്. ആ പർവ്വതം കണ്ടില്ലേ, ആ പർവ്വതത്തിൽ അഗ്നിയുണ്ട്. നിനക്കെങ്ങനെ മനസ്സിലായി? ധൂമം ഉള്ളത് കൊണ്ട്. അപ്പോൾ എവിടെ പുക കാണുന്നുണ്ട് അവിടെ അഗ്നി ഉണ്ടായിരിക്കണം. ആ പർവ്വതത്തിൽ പുകയുണ്ട്, അതുകൊണ്ട് ആ പർവ്വതത്തിൽ അഗ്നി ഉണ്ടാവണം എന്നുള്ള നിഗമനമൊക്കെ തർക്കശാസ്ത്രത്തിലാണ് വരുന്നത്. അത് ന്യായപദ്ധതിയിൽ വരുന്നു. ഈ ന്യായപദ്ധതിയെ നമ്മൾ വേദാന്തത്തിലും സ്വീകരിക്കുന്നുണ്ട്, സാഖ്യത്തിലും സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ പടോവ തന്തുർവ, പടം വസ്ത്രം, തന്തു നൂലല്ലാതെ ഒന്നും വസ്ത്രത്തിലില്ല. അപ്പം നൂല് ഊടും പാവുമായി ചേർന്നപ്പോൾ വസ്ത്രം ഉണ്ടായി. വസ്ത്രം കാണപ്പെടുന്നുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ തന്തുവാണ്, ഇതുപോലെ പരമാത്മാവാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നൊക്കെ സ്ഥാപിക്കാൻ വേദാന്തികളും ഇതര ദർശനങ്ങളിലും പ്രയോഗിക്കുന്ന പദങ്ങളാണിത്. അപ്പോൾ ഘടം, മൃത്പിണ്ഡം, അണു, ധൂമം, അഗ്നി, അചലം, പടം, തന്തു, ഇതൊക്കെ ശാസ്ത്രവിചാരത്തിൽ ഉപയോഗിക്കുന്ന പദാവലികളാണ്. ഈ പദാവലികളെ മുൻനിർത്തിയിട്ട് ഇവിടെ ചോദിക്കുകയാണ്, ഇത് ഘോരമായ സംസാരത്തെ ഇല്ലാതാക്കുമോ ഈ പദങ്ങളൊക്കെ? ഇത് വെച്ച് പറഞ്ഞ് സഭകളിൽ തർക്കിച്ച് വിദ്വാനായിരുന്ന് ഞാൻ വലിയ പണ്ഡിതനാണ്, പണ്ഡിതരത്നമാണ് എന്നൊക്കെ അഭിമാനിച്ചിരുന്നാൽ ഈ സംസാരക്ലേശം ഇല്ലാതാകുമോ? ഇതാണ് ചോദിക്കുന്നത്. പരിഹരതിക്കും ഘോരശമനം, ഘോരമായ അഗ്നിയെ, ശമനനെ, സംസാര ദുഃഖത്തെ, സംസാര അഗ്നിയെ പരിഹരിക്കുമോ? ഇല്ല എന്നാണ് മറുപടി. അതുകൊണ്ട് എന്ത് ചെയ്യണം? വൃഥാ കണ്ഠക്ഷോഭം വഹസി, വെറുതെ കണ്ഠക്ഷോഭം മാത്രമാണിത്. സഭകളിൽ വലിയ വിദ്വാനാകാൻ വേണ്ടി ചെയ്യുന്ന പ്രസംഗം മാത്രമാണിത്. ഒരു പ്രയോജനവും ഇല്ല. വൃഥാ കണ്ഠക്ഷോഭം വഹസി, വെറുതെ കണ്ഠക്ഷോഭത്തെ നീ വഹിക്കുന്നു. എങ്ങനെ? തരസ, വേഗതയോടുകൂടി, തർക്കവചസ, തർക്കവാക്യങ്ങളെ കൊണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ഭഗവത് പാദഭജനം ചെയ്യൂ എന്ന് പറയുകയാണ്. ഈ ഭാഗം നമുക്കൊന്നുകൂടി വിചാരം ചെയ്യാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.